വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു, അത് ശരിയാണ്. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, അത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. 3. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു, അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഉത്തരം ഖേദ സമരവും ചമ്പാരൻ സമരവുമാണ്. ഓപ്ഷൻ ബി. ഖേദ സമരം നടന്നത് 1918 ചമ്പാരൻ സമരം നടന്നത് 1917 മൂന്നാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരാണ്? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരാണ്? ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നതുമായി സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. അതിൽ AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്ലിപ്സ്, പെത്തിക് ലോറൻസ് എന്നീ 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. AV അലക്സാണ്ടർ, സ്റ്റാൻഫോർഡ് ക്ലിപ്സ് തന്നിരിക്കുന്ന അംഗമല്ലാത്ത വ്യക്തികളാണ് ചോദിച്ചത്. മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു. ഉത്തരം ഓപ്ഷൻ എ. നാലാമത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതാണ്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? 1798 നടപ്പിലാക്കിയത്, അത് ശരിയാണ്. കേഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്, അതാണ് തെറ്റായിട്ടുള്ളത്. വെല്ലസ്ലി പ്രഭുവാണ് നടപ്പിലാക്കിയത്. 3. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം, അതും ശരിയാണ്. ഇതിൽ ബന്ധപ്പെടാത്ത പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രം. അഞ്ചാമത്തെ ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏത്? തന്നിരിക്കുന്നത് മൗലാന മുഹമ്മദ് അലി, അത് ശരിയാണ്. മുഹമ്മദ് അലി ജിന്ന, അത് തെറ്റാണ്. സാലിം അലി, അതും തെറ്റാണ്. മൗലാന ഷൗക്കത്ത് അലി, അത് ശരിയാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഉത്തരം ഓപ്ഷൻ സി. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, അയർലാൻഡ്. ഏഴാമത്തെ ചോദ്യം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മണിപ്പൂർ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, രാജേന്ദ്ര പ്രസാദ്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, രാജസ്ഥാൻ. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരം ഉള്ളത് ആർക്കാണ്? താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി, പാർലമെന്റിന്. 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയല്ലാത്തത് ഏത്? 1. വൈക്കം സത്യാഗ്രഹം, TK മാധവൻ, അത് ശരിയാണ്. 2. പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ, അത് തെറ്റാണ്. പാലിയം സത്യാഗ്രഹം C. കേശവനാണ്. 3. ഗുരുവായൂർ സത്യാഗ്രഹം K. കേളപ്പൻ, അതും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 12ാമത് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അഭിനവ കേരളം വാഗ്ഭടാനന്ദനാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമിയുടേതാണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ. 13ാമത്തെ ചോദ്യം, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ?
കോവിലകത്തും വാതുക്കൽ, അത് ശരിയാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചു, അതും ശരിയാണ്. കുളച്ചൽ യുദ്ധം നടന്ന്, അത് തെറ്റാണ്. കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. 14ാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. 15ാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? 1. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം, അത് ശരിയാണ്. 2. 1721 ഇത് നടന്നത്, അതും ശരിയാണ്. 3. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു, അതും ശരിയാണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്, അത് തെറ്റാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മയാണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ സി. 16ാമത്തെ ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഫ്രാൻസ്. 17ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് ചോളം, ബാർലി, നെല്ല്, പരുത്തി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാർലി ഖാരിഫ് വിളയല്ല, റാബി വിളയാണ്. ബാക്കിയൊക്കെ ഖാരിഫ് വിളയാണ്. 19ാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 1998 മെയ് 17. 20ാമത്തെ ചോദ്യം, 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പെരുംകുളം. 21ാമത്തെ ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ സി 101ാം ഭേദഗതി. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ MS സ്വാമിനാഥൻ. 23ാമത് ചോദ്യം, 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി NK സിംഗ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്, അത് ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, അതും ശരിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-ആണ്, അതും ശരിയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ്, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 25ാമത്തെ ചോദ്യം, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. 26ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 27ാമത്തെ ചോദ്യം, പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏത്? പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കണ്ടൽ വനങ്ങൾ. 28ാമത്തെ ചോദ്യം, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി നർമ്മദ. 29ാമത്തെ ചോദ്യം,
സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗംഗയും ബ്രഹ്മപുത്രയും. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഉത്തരം ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 31ാമത്തെ ചോദ്യം, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആസാം. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം. 33ാമത്തെ ചോദ്യം, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 34ാമത്തെ ചോദ്യം, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി NH 744. 35ാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വയനാട്. 36ാമത്തെ ചോദ്യം, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട്. 37ാമത്തെ ചോദ്യം, സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നൂറനാട്. 39ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ. 40ാമത്തെ ചോദ്യം, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വെള്ളായണി കായൽ. 41ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുമളി. 42ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ ആലുവ. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി മേപ്പാടി. 44ാമത്തെ ചോദ്യം, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അയണോസ്ഫിയർ. 45ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. 46ാമത്തെ ചോദ്യം, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? ഉത്തരം ഓപ്ഷൻ സി 1098. 47ാമത്തെ ചോദ്യം, വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 48ാമത്തെ ചോദ്യം, എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ജൂൾ. 49ാമത്തെ ചോദ്യം, ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെലുങ്കാന. 50ാമത്തെ ചോദ്യം, 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്ത്? 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്
ഉത്തരം ഓപ്ഷൻ ബി രാജ്യത്തെ 5G സേവനങ്ങൾക്ക് തുടക്കം. 51ാമത്തെ ചോദ്യം, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏതാണ്? ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രജന്ത്. 52ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നൂർമേനി. 53ാമത്തെ ചോദ്യം, വിറ്റാമിൻ എയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. വിറ്റാമിൻ എ നാമം റെറ്റിനോളാണ്, അത് ശരിയാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു, അതും ശരിയാണ്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. രണ്ടും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. 54ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ എ സ്റ്റേപ്പീസ്. 55ാമത്തെ ചോദ്യം, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി മണ്ണൂത്തി. 56ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ തെന്മല. 57ാമത്തെ ചോദ്യം, നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക. 58ാമത്തെ ചോദ്യം, 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി സ്വന്തേ പേബോ. 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഡ്രൂ വൈസ്മാൻ, കാറ്റലിൻ കാരിക്കോ. 2024 വിക്ടർ ആംബ്രോസും ഗ്യാരി റോവ്കിനുമാണ് നേടിയത്. 59ാമത്തെ ചോദ്യം, കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശ്. 60ാമത്തെ ചോദ്യം, രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ പിണ്ഡം. 61ാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ. 62ാമത്തെ ചോദ്യം, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സിന്നബാർ. 63ാമത്തെ ചോദ്യം, പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. 64ാമത്തെ ചോദ്യം, ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് അത്? ഉത്തരം ഓപ്ഷൻ സി ജഡത്വം. 65ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി കേരള ഹൈക്കോടതി. 66ാമത്തെ ചോദ്യം, സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആദിത്യ L1. 67ാമത്തെ ചോദ്യം, കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്രയാണ്?
കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്ര? ഉത്തരം ഓപ്ഷൻ എ 8 ദിവസം. 68ാമത്തെ ചോദ്യം, പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബ്രോങ്കൈറ്റിസ്. 69ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജനീവ. 70ാമത്തെ ചോദ്യം, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ സി കരൾ. 71ാമത്തെ ചോദ്യം, ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി തലയോട്ടിയിലെ സന്ധി. 72ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക. 73ാമത്തെ ചോദ്യം, ഹൃദയത്തിൽ 4 അറയുള്ള ജീവി ഏതാണ്? ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യൻ. 74ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി വീണ ജോർജ്. 75ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി. 76ാമത്തെ ചോദ്യം, മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ താലോലം. 77ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 206. 78ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ഏതാണ്? ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ബ്ലഡ് പ്രഷർ. 79ാമത്തെ ചോദ്യം, ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ ബി വൈറസ്. 80ാമത്തെ ചോദ്യം, കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ എ ബാക്ടീരിയ. ചോദ്യം, കോവിഡ്-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കോവിഡ്-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പഞ്ചാബ്. 2ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. അത് ശരിയാണ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. 2. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. അത് തെറ്റാണ്. എറിത്രോസൈറ്റ്സ് എന്നത് ചുവന്ന രക്താണുക്കളാണ്, അതായത് RBC. 3. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. 4. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അത് തെറ്റാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം ശരി. 3ാമത്തെ ചോദ്യം, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ക്രിക്കറ്റ്. 4ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മണിപ്പൂർ. 5ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2019 ജൂലൈ 22. 6ാമത്തെ ചോദ്യം, 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ഉത്തരം ഓപ്ഷൻ സി KV റാബിയ. 7ാമത്തെ ചോദ്യം, കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി പട്ടം താണുപിള്ള. 8ാമത്തെ ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്?
കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി. 9ാമത്തെ ചോദ്യം, കേരളപാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളപാണിനി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി AR രാജരാജവർമ്മ. 10ാമത്തെ ചോദ്യം, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. മികച്ച ചിത്രം ആട്ടം. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 12ാമത്തെ ചോദ്യം, ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജലവാസ സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ദ്രാസ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീതമരുഭൂമി ഏത്? ഉത്തരം ഓപ്ഷൻ സി ലഡാക്ക്. 14ാമത്തെ ചോദ്യം, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി നേപ്പാൾ. 15ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അലഹബാദ് മുതൽ ഹാൽദിയ വരെ. 16ാമത്തെ ചോദ്യം, വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കർണാടക. 17ാമത്തെ ചോദ്യം, ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെൽവേലിയിൽ കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ലിഗ്നൈറ്റ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ഡി ജാറിയ. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ഡിഗ്ബോയ്. 20ാമത്തെ ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് ഏതെല്ലാം സ്ഥലങ്ങളെയാണ്? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി റോഹ മുതൽ മംഗലാപുരം വരെ. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായത് കണ്ടെത്തുക. 1 ഭാഗം 3ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അത് ശരിയാണ്. 2 റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്, അത് തെറ്റാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മൗലികാവകാശങ്ങൾ. 3 ന്യായവാർദാഹമാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കി. 4ഉം ശരിയാണ്. ഇതിലെ ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 22ാമത്തെ ചോദ്യം, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? 1 ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക, അത് ശരിയാണ്. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക, അതും ശരിയാണ്. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അത് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. 4 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, അതും ഉൾപ്പെടുന്നില്ല. ചോദ്യം, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ് ഉൾപ്പെടാത്തത്. 23ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേമാതരം, അത് തെറ്റാണ്. ബംഗാളി ഭാഷയിൽ രചിച്ച ദേശഗീതമാണ് വന്ദേമാതരം. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അതും തെറ്റാണ്. ദേശ് രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്, അത് ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശനന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്, അതും തെറ്റാണ്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 24ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 1
76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് തെറ്റാണ്. 86-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത്. 2. ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 മുതൽ 14 വയസ്സുവരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ്. അതും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 25-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏത്? 1. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അത് ശരിയാണ്. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയായിരിക്കണം. 3. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അതും ശരിയാണ്. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. 26-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ചനിറം. അത് ശരിയാണ്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. അതും ശരിയാണ്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600 × 2400 ആണ്. അത് തെറ്റാണ്. ഏറ്റവും ഉയർന്ന അളവ് 6300 × 4200 മില്ലിമീറ്റർ ആണ്. 4. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ 1, 2, 4 ശരിയായിട്ടുള്ളത്. 27-ാമത്തെ ചോദ്യം, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? 1. ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം. അത് തെറ്റാണ്. ഭാരത ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ ശീർഷകം. 2. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. അത് ശരിയാണ്. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അതും തെറ്റാണ്. 24 ജനുവരി 1950 ദേശീയ ഗാനമായി അംഗീകരിച്ചത്. 4. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷത്തിൽ INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. അതും തെറ്റാണ്. 1911 INCയുടെ കൽക്കട്ട സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ 1, 3, 4 ശരിയല്ലാത്തത്. 28-ാമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ സുഷമ്മ സിംഗ്, ദീപക് സന്ധു. 29-ാമത്തെ ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഏതാണ്? 1. MKSS അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. ബഹുമതികൾ റദ്ദാക്കൽ മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകളാണ്. അതും ശരിയാണ്. എല്ലാ ജോഡികളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. 30-ാമത്തെ ചോദ്യം, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി 26 ജനുവരി 1950. 1-ാമത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 32-ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഉത്തരം ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. 33-ാമത് ചോദ്യം, സാരേ ജഹാം സെ അച്ച രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ച രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ.
34-ാമത് ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. 1. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവിനെയാണ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. 2. 1930 ജനുവരി 26 സ്വതന്ത്ര ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതും തെറ്റാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇതില് ബന്ധമില്ലാത്ത ജോഡികളാണ് തെരഞ്ഞെടുക്കാൻ പറഞ്ഞത്. തെറ്റായിട്ടുള്ളത് 1ഉം 4ഉമാണ്. ഉത്തരം ഓപ്ഷൻ ബി. 35-ാമത് ചോദ്യം, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നിസ്സഹകരണ പ്രസ്ഥാനം. 36-ാമത് ചോദ്യം, 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏത്? 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബർദോളി സത്യാഗ്രഹം. 37-ാമത് ചോദ്യം, ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം. ആനി ബസന്റ്, ബാലഗംഗാധര തിലക്. 38-ാമത് ചോദ്യം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ എ, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. 39-ാമത് ചോദ്യം, ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം ഏതാണ്? ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 1948 ജനുവരി 30. 40-ാമത് ചോദ്യം, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ് ആരാണ്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. 41-ാമത് ചോദ്യം, ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. 42-ാമത് ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പയ്യന്നൂർ. 43-ാമത് ചോദ്യം, ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, EMS നമ്പൂതിരിപ്പാട്. 44-ാമത് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ജോഡി തെരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. അത് തെറ്റാണ്. 1921 നവംബർ 10 സംഭവം. 4. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാർ ആയിരുന്നു. ഇതില് ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 45-ാമത്തെ ചോദ്യം, കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, അയ്യങ്കാളി. 46-ാമത്തെ ചോദ്യം, സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, മന്നത്ത് പത്മനാഭൻ. 47-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവർ ശരിയായ കാലഗണനാക്രമത്തിൽ കണ്ടെത്തുക. താഴെ പറയുന്നവർ ശരിയായ കാലഗണനാക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 ഗുരുവായൂർ സത്യാഗ്രഹം 1931 ക്ഷേത്രപ്രവേശന വിളംബരം 1936 പാലിയം സത്യാഗ്രഹം 1947. 48-ാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി, 1946. 49-ാമത്തെ ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ക്ഷേത്രപ്രവേശന വിളംബരം.
50-ാമത്തെ ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വി.ടി. ഭട്ടതിരിപ്പാട്. 51-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. 52-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ. 53-ാമത്തെ ചോദ്യം കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര? കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 580 കിലോമീറ്റർ. 56-ാമത്തെ ചോദ്യം കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തെരഞ്ഞെടുക്കുക. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. തന്നിരിക്കുന്നത് ഭാരതപ്പുഴ, പാമ്പാറ്, ഭവാനി, പെരിയാറ്. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്: കബനി, ഭവാനി, പാമ്പാർ. ഇതിലെ പാമ്പാറും ഭവാനിയും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 55-ാമത്തെ ചോദ്യം ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1861 മാർച്ച് 12. 56-ാമത്തെ ചോദ്യം കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പേരമ്പാടി ചുരം. 57-ാമത്തെ ചോദ്യം മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഭാരതപ്പുഴ. 58-ാമത്തെ ചോദ്യം യവനപ്രിയ എന്ന് അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? യവനപ്രിയ എന്ന് അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കുരുമുളക്. 59-ാമത്തെ ചോദ്യം പൂർണ്ണമായ മലയാളി ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാണ്? പൂർണ്ണമായി മലയാളി ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏത്? ഉത്തരം ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. 60-ാമത്തെ ചോദ്യം PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഹോക്കി. 61-ാമത്തെ ചോദ്യം വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 24. 62-ാമത്തെ ചോദ്യം ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ റെനെ ലെനക്. 63-ാമത്തെ ചോദ്യം പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആശ്വാസ കിരൺ. 64-ാമത്തെ ചോദ്യം ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സ്കർവി. 65-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കോളറ. ചിക്കൻ ബോക്സ് പകരുന്നത് വായുവിലൂടെയാണ്. മലമ്പനി കൊതുക് പരത്തുന്നതാണ്. 66-ാമത്തെ ചോദ്യം ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം ഏതാണ്? ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം താഴെ പറയുന്നവയിൽ ഏത്? ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ. 67-ാമത്തെ ചോദ്യം കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ സി വെണ്ട. 68-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട്. 69-ാമത്തെ ചോദ്യം പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടക്കുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അനിൽ അഗർവാൾ. 70-ാമത്തെ ചോദ്യം സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി.
71-ാമത്തെ ചോദ്യം, ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണ്? ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ബോക്സൈറ്റ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ആണ്, ബോക്സൈറ്റ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. 72-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ബിത്തിയോണൽ ആന്റിസെപ്റ്റിക് ആണ്, അത് ശരിയാണ്. സെക്യുനൽ ആന്റിസെപ്റ്റിക് ആണ്, അത് തെറ്റാണ്. ഫീനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 73-ാമത്തെ ചോദ്യം, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 2n². 74-ാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ്, അത് ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെന്റലീവ് ആണ്, അത് തെറ്റാണ്. മോസ്ലിയാണ്. 3. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു, അതും ശരിയാണ്. 4 തെറ്റാണ്. മാസിന്റെ ആരോഹണ ക്രമത്തിൽ നിന്നാണ് തന്നിരിക്കുന്നത്, അത് തെറ്റാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 75-ാമത്തെ ചോദ്യം, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ടു സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, -3. 76-ാമത്തെ ചോദ്യം, ബലത്തിന്റെ യൂണിറ്റ് എന്ത്? ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ന്യൂട്ടൺ. 77-ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി, സൂര്യൻ. 78-ാമത്തെ ചോദ്യം, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏത്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വികിരണം. 79-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? 1. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. അതൊക്കെ ദോലന ചലനമാണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ക്രമാവർത്തന ചലനമാണ്, അതായത് പീരിയോഡിക് മോഷനാണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. ഇതിൽ ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. 80-ാമത്തെ ചോദ്യം, പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1-ാമത്തേത് ഗ്ലാസ് ഷീറ്റ് ആണ്, 2-ാമത്തേത് കോൺവെക്സ് ലെൻസ് ആണ്, 3-ാമത്തേത് കോൺകേവ് ലെൻസ് ആണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.